നാരായണ. നമസ്തേ. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. നമസ്തേ നമസ്തേ. ഹരി ഓം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശികാതാപസംപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പതന്തി. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ.
ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ നമോ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഓം. ആദിശങ്കര ഭഗവത്പാദ സ്തോത്ര തരംഗിണി ഇന്ന് 270 270-ാം ദിവസം. ഇന്ന് നമ്മൾ ആദിശങ്കര ഭഗവത്പാദരുടെ ഒരു സ്തോത്ര ഗംഗയിൽ കുളിക്കാൻ പോവുകയാണ്. സ്തോത്ര ഗംഗാ ദർശനം, സ്തോത്ര ഗംഗാ പാനം, സ്തോത്ര ഗംഗാ സ്നാനം ഒക്കെ ചെയ്യാം. ഇപ്പം ഗംഗാദേവിയെ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കാണാം. അപ്പോൾ മാർഗഴി മാസത്തിലെ ഒരു ഗംഗാ സ്നാനവും കൂടി ആവാം. ഭഗവാന്റെ പാദതീർത്ഥമാണ് ഗംഗ. അപ്പോൾ ഭഗവാന്റെ പാദതീർത്ഥത്തിൽ ഭക്തിപൂർവം നമുക്ക് മുങ്ങാം. ഇവിടെ നിന്ന് മുങ്ങാം. ആദിശങ്കര ഭഗവത്പാദര് 3 ഗംഗാ സ്തോത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ 2 അഷ്ടകം, 1 16 ശ്ലോകങ്ങളുള്ള ഗംഗാസ്തോത്രം. ഗംഗാസ്തോത്രമാണ് അതിലേറ്റവും പോപ്പുലറായിട്ടുള്ളത്. എല്ലായിടത്തും നിത്യപാരായണമുള്ള സ്തോത്രം ഗംഗാസ്തോത്രം 16 ശ്ലോകങ്ങളുള്ളതാണ്. ദേവി സുരേശ്വരി ഭഗവതി ഗംഗേ എന്നാരംഭിക്കുന്ന ഗംഗാ ആരതിക്കൊക്കെ പല ആശ്രമങ്ങളിലും ഋഷികേശിലും ഹരിദ്വാറിലും കാശിയിലും മറ്റു പല ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ആ ഗംഗാസ്തോത്രം 16 ശ്ലോകങ്ങളുള്ളതാണ്. അത് നമുക്ക് പിന്നീട് എടുക്കാം. ആദ്യം ഇപ്പോൾ ഒരു ഗംഗാഷ്ടകം. ഗംഗാഷ്ടകം 8 ശ്ലോകങ്ങളാണ്. ഇതാണ് ആചാര്യ ഭഗവത്പാദർ ആദ്യം രചിച്ച ഗംഗാസ്തോത്രം. ആചാര്യ ഭഗവത്പാദർ 8-ാം വയസ്സിൽ സന്യസിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് സർവശാസ്ത്രങ്ങളുടെയും ആ ഒരു എന്താ പറയുക അതോറിറ്റിയായി മാറി കാശിയിലേക്ക് അദ്ദേഹത്തിൻ്റെ താമസം മാറ്റുന്നുണ്ട്. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മസൂത്രം രചിക്കാനും അല്ലെങ്കിൽ അതുപോലെ മറ്റു പല ഉപനിഷത്തുക്കളുടെ വ്യാഖ്യാനങ്ങളൊക്കെ രചിക്കാനും ഒക്കെ ആയിട്ട് അദ്ദേഹം കാശിയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ കാലത്താണ് അദ്ദേഹം ഗംഗയിൽ നിത്യവും സ്നാനം ചെയ്യും, കാശി വിശ്വനാഥനെ ദർശിക്കും. അങ്ങനെ അവിടെ ഭിക്ഷാടനവും മറ്റൊക്കെ ചെയ്തുകൊണ്ടാണ് കഴിച്ചുകൂട്ടിയിരുന്നത്. ആ കാലത്ത് 11 വയസ്സോ മറ്റേ ഉള്ളൂ അദ്ദേഹത്തിന്. ഗംഗയിലെ നിത്യവും സ്നാനം ചെയ്യുമ്പോൾ ആ ഗംഗയെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യം രചിച്ച ഒരു കൃതിയാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഗംഗാഷ്ടകം. പിന്നീട് 2 സ്തോത്രങ്ങൾ കൂടെ ഗംഗയെ സ്തുതിച്ചുകൊണ്ട് ശങ്കരാചാര്യർ രചിച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ആദ്യം ഇന്ന് ഈ ഗംഗാഷ്ടകം ചൊല്ലിയിട്ട് അതിലേക്ക് കിടക്കാം. ഓം ശ്രീ ഗംഗാമയ്യ കി ജയ്. ഭഗവതി ഭവലീലാ മൗലിമാലേ തവാംബ ഘനമണുപരിമാണം പ്രാണിനോ യേ സ്പൃശന്തി അമരനഗരനാരീ ചാമരഗ്രാഹിണീനാം
വിഗത കലികളങ്കാതംഗമങ്കേലുടന്തി ബ്രഹ്മാണ്ഡം ഖണ്ഡയന്തി ഹരശിരസി ജടാവല്ലിമുല്ലാസയന്തി സ്വർലോകാദാപതന്തി കനകഗിരിഗുഹാഗണ്ഡശൈലാസ്കലന്തി ക്ഷോണീപൃഷ്ടേ ലുടന്തി ദുരിതചയചമൂനർഭരം ബൽസയന്തി പാദോദിം പൂരയന്തി സുരനഗരസരിൽ പാവനീനഃ പുനാദു മജ്ജന്മാതംഗകുംഭച്യുതമദമതിരാമോദമത്താളിജാലം സ്നാനൈ സിദ്ധാംഗനാനാം കുചയുഗവികളത് കുങ്കുമാസംഗപിംഗം സായം പ്രാതരമുനീനാം കുശകുസുമചയൈ ചിന്നതീരസ്തനീരം പായാന്നോ ഗംഗമംബഃ കരികരമകരാക്രാന്തരം ഹസ്തരംഗം ആദൗ ആദിപിതാമഹസ്യ നിയമവ്യാപാരപാത്രേ ജലം പശ്ചാത് പന്നകശായിനോ ഭഗവതഃ പാദോദകം പാവനം ഭൂയഃ ശംഭുജടാവിഭൂഷണമണിർ ജന്നോർമഹർഷേരിയം കന്യാ കൽമഷനാശിനി ഭഗവതി ഭാഗീരഥി പാതു മാം ശൈലേന്ദ്രാദവതാരിണി നിജജലേ മജ്ജജ്ജനോത്താരിണി പാരാവാരവിഹാരിണി ഭവഭയശ്രേണി സമുത്സാരിണി ശേഷാംഗൈരനുകാരിണി ഹരശിരോവല്ലീദളാകാരിണി കാശീപ്രാന്തവിഹാരിണി വിജയത്തെ ഗംഗാ മനോഹാരിണി കുതോ വിജീ തവ യദി ഗദാലോചനപദം ത്വമാപീതാ പീതാംബരപുരനിവാസം വിതരസി ത്വദുൽസംഗേ ഗംഗേ പതതി യദി കായസ്തനുഭൃതാം തദാ മാത ശാദക്രതവ പദലാഭോപ്യതിലഘുഃ ഭഗവതി തവ തീരേ നീരമാത്രാശനോഹം വിഗത വിഷയതൃഷ്ണഃ കൃഷ്ണമാരാധയാമി സകല കലുഷഭംഗേ സ്വർഗസോപാനസംഗേ തരളതരതരംഗേ ദേവി ഗംഗേ പ്രസീദ മാതര ജാഹ്നവി ശംഭു സംഗമിളിതേ മൗലൗ നിധായാഞ്ജലിം ത്വത്തീരേ വപുഷോവസാന സമയേ നാരായണാംഘ്രിദ്വയം സാനന്ദം സ്മരതോ ഭവിഷ്യതി മമ പ്രാണപ്രയാണോത്സവേ ഭൂയാത് ഭക്തിരവിച്യുത ഹരിഹരദ്വൈതാത്മികാ ശാശ്വതി ഗംഗാഷ്ടകമിദം പുണ്യം യഃ പഠേത് പ്രയതോ നരഃ സർവപാപ വിനിർമുക്തോ വിഷ്ണുലോകം സഗച്ഛതി ഗംഗാഷ്ടകമിദം പുണ്യം യഃ പഠേത് പ്രയതോ നരഃ സർവപാപ വിനിർമുക്തോ വിഷ്ണുലോകം സഗച്ഛതി വിഷ്ണുലോകം സഗച്ഛതി. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ഗംഗാഷ്ടകം സമ്പൂർണം. ഓം ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം.
ഹരി ഓം. നാരായണ. അപ്പോൾ ആദിശങ്കര ഭഗവത്പാദരുടെ കാശി താമസകാലത്തെ അനേക കൃതികളിൽ വളരെ ആദ്യകാലത്ത് തന്നെ രചിക്കപ്പെട്ടതായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗംഗാസ്തോത്രമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഗംഗാഷ്ടകം, 8 ശ്ലോകങ്ങൾ. അത് ഓരോ ശ്ലോകങ്ങളും വൃത്തങ്ങൾ മാറുന്നുണ്ട്, ഒരേ വൃത്തത്തിലല്ല രചിച്ചിരിക്കുന്നത്. ഗംഗയുടെ മഹാത്മ്യത്തെ വർണ്ണിക്കുന്നതായിട്ടുള്ള ഗംഗാ ഉൽപ്പത്തി കഥകളും ഗംഗാ അവതരണ കഥകളുടെയൊക്കെ സൂചകങ്ങളായിട്ടുള്ള വിശേഷണങ്ങൾ ഓരോ ശ്ലോകത്തിലും വർണ്ണിച്ചുകൊണ്ടാണ് ഗംഗയെ നമുക്ക് പരിചയപ്പെടുത്തുന്ന, നമുക്കും നമ്മുടെ ഉള്ളിലും ഗംഗയോട് ബഹുമാനം വളർത്തുന്ന, ഗംഗയെ സ്തുതിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഈ സ്തുതി രചിച്ചിരിക്കുന്നത്. ഭാരത സംസ്കാരത്തിൽ ഹിമാലയ പർവ്വതത്തിനും ഗംഗയ്ക്കും ഉള്ളതായിട്ടുള്ള സ്ഥാനം ഭാരതത്തിൻ്റെ ഒരു അച്ഛനും അമ്മയും പോലെയാണ് അവർ. ഭാരതത്തിൻ്റെ ഒരു പിതൃസ്ഥാനമാണ് ഹിമവാന് എങ്കിൽ ഭാരതത്തിൻ്റെ ഒരു മാതൃസ്ഥാനമാണ് ഗംഗാ ഭഗവതിക്ക്. ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്ന ഈ സംസ്കാരം ആവിർഭവിച്ചത് ഈ ഹിമവൽ സാനുക്കളിലാണ്. ആ ഹിമാലയത്തിൽ നിന്ന് എങ്ങനെയാണോ ആ മഹാത്മാക്കളുടെ ജ്ഞാനഗംഗ ഭാരതത്തിലേക്ക് ഒഴുകി വന്ന് ഭാരതത്തെ അനുഗ്രഹിക്കുന്നത്, അതിൻ്റെ ആ ഒരു അനുസ്യൂതത, അതിൻ്റെ ആ ഒരു നൈരന്തര്യം സൂചിപ്പിക്കും പോലെ തന്നെയാണ് ആ ഗംഗാ പ്രവാഹവും. അല്ലെങ്കിൽ ഇത് രണ്ടും പര്യായം തന്നെയാണ്. എങ്ങനെയാണോ ഗംഗ ഹിമവൽ ശിഖരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് സമതലങ്ങളിലേക്ക് ഒഴുകി ഭാരതത്തെ അനുഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഹിമവൽ ശൃംഗങ്ങളിലാണ് മഹാത്മാക്കളുടെ തപസ്സികളായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ മുഴുവൻ ജ്ഞാനസമ്പാദനം ഉണ്ടായിട്ടുള്ളത്. അവരുടെ ആ ജ്ഞാനഗംഗ അവിടുന്ന് ഒഴുകി ഈ ഭാരതഭൂമിയെ മുഴുവൻ ആർദ്രമാക്കുകയാണ്. ഗംഗയില്ലായിരുന്നെങ്കിൽ വടക്കേ ഇന്ത്യ ഭൗതികമായും ശുഷ്കമായി പോയേനെ, മരുഭൂമിയായി പോയേനെ. അപ്പോൾ വടക്കേ ഇന്ത്യയുടെ ഏകദേശം പകുതിയോളം ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്ക്, ഐശ്വര്യത്തിന് എല്ലാം നിദാനമായിരിക്കുന്നത് ആ ഗംഗയുടെ അനുഗ്രഹമാണ്. ഹിമാലയത്തിൻ്റെ ഉന്നത ശൃംഗങ്ങളിൽ നിന്ന് പല ഭാഗത്തു നിന്നായിട്ടാണ് ഗംഗയുടെ ഉൽപ്പത്തി. മാനസ സരോവരമാണ് ഗംഗയുടെ സ്രോതസ് എന്ന് പറയാം. ആ മാനസ സരോവരം എന്നുള്ളത് കൈലാസനാഥനായ മഹാദേവന്റെ ആ ജട എങ്ങനെയാണോ ഒരു തടാകം പോലെ ഒരു പാത്രം പോലെയൊക്കെ ആക്കി ഗംഗയെ മുകളിൽ നിന്ന് സ്വീകരിച്ചത്, ആ ഒരു ഭഗവാന്റെ ജടയുടെ മുകളിലുള്ള ഒരു ജലപാത്രം അല്ലെങ്കിൽ ഒരു തടാകമാണ് മാനസ സരോവരം. ഹിമാലയം ഭഗവാന്റെ ശിരസിൻ്റെ സ്ഥാനം പോലെയാണ്. ഹിമാലയ പർവ്വതം മഹാദേവന്റെ ഒരു ശരീരമോ, അതിൽ കൊടുമുടികൾ ഭഗവാന്റെ ശിരസ്സോ, അതിൽ കൈലാസം ഭഗവാന്റെ ശിരസ്ഥാനമോ ഒക്കെയാണ്. അപ്പോൾ കൈലാസത്തിൽ തന്നെയാണ് മാനസ സരോവരവും. കൈലാസ പർവ്വതവും മാനസ സരോവരവും തൊട്ട് മുമ്പിൽ കിടക്കുന്നു. അപ്പോൾ ഭഗവാന്റെ ജടയിലുണ്ടാക്കിയിട്ടുള്ള ഒരു കുഴി കഥ നമുക്ക് കാണാം. ആ ഭഗീരഥന്റെ തപസ്സിന് ഭഗവാൻ പ്രസാദിച്ച്, മഹാദേവൻ പ്രസാദിച്ച്
സ്വർഗത്തിലുള്ളതായിട്ടുള്ള ഗംഗയെ ഭൂമിയിലേക്ക് സ്വീകരിച്ചത് ഭഗവാനാണ്, മഹാദേവനാണ്. തൻ്റെ ജടയിലാണ് താങ്ങുന്നത്. അപ്പോൾ ആ ഒരു ജടയുടെ ഒരു സങ്കല്പം തന്നെയാണ് മാനസ സരോവരം. ആ ജടയിൽ നിന്ന് അതിൻ്റെ ഇടയിലൂടെ പല ഭാഗത്തേക്കും ഒഴുകുന്നത് പോലെ, മഹാദേവന്റെ ശരീരത്തെ നനയ്ക്കുന്നത് പോലെ ഭഗവാന്റെ ശരീരത്തിലൂടെ ഒഴുകി ഭാരതഭൂമിയെ മുഴുവൻ പവിത്രമാക്കുകയാണ് ഗംഗ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മാനസ സരോവരത്തിൽ നിന്ന് അന്തർധാരകളായി വിവിധ ഭാഗത്തിലൂടെയാണ് ഗംഗയുടെ ഉൽപ്പത്തി. ഏത് ഗംഗയുടെ സ്രോതസ്സിലേക്ക് പോയാലും അതിന് മാനസ സരസ്സുമായി ഒരു അന്തർധാര, ഒരു സങ്കല്പം ഉണ്ട്. ആ മാനസ സരസിൽ നിന്നാണ് ഗംഗയുടെ വിവിധ ചാലുകളായി ഉത്ഭവിച്ച് വിവിധ പേരുകളിൽ ഗംഗ താഴേക്ക് ഒഴുകുന്നത്. അപ്പോൾ ഹിമാലയത്തിൽ പല കൊടുമുടികളിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാഗീരഥി എന്നുള്ള ആ പ്രവാഹമാണ്. ഗംഗോത്രിയിൽ നിന്നാണ് ആ ഭാഗീരഥിയുടെ ഉത്ഭവം. ഗംഗോത്രിയിൽ നിന്നും കുറച്ചുകൂടി മുകളിലോട്ട് ഗോമുഖ്, അത് ഗംഗോത്രിയിൽ നിന്ന് കാൽനടയായിട്ട് തന്നെ പോകണം ഗോമുഖിലേക്ക്. ആ ഗോമുഖിൽ ഒരു പശുവിൻ്റെ വായിൽ നിന്ന് വെള്ളം ചാടുന്ന പോലെയാണ് ആ ഗംഗയുടെ ഉൽപ്പത്തി നമ്മൾ കാണുക. അതിൻ്റെ മുമ്പുള്ള ഉത്ഭവം, അതിന് മുമ്പുള്ള പ്രവാഹം നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അന്തർവാഹിനിയായി അതുവരെ വന്ന് അവിടുന്ന് നിരന്തരമായിട്ട് ഒരു പശുവിൻ്റെ വായു പോലെയുള്ള ഒരു ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു. അതുകൊണ്ടാണ് അതിന് ഗോമുഖ് എന്ന പേര്. ഗോവിൻ്റെ മുഖത്തിൽ നിന്ന് ഒഴുകുന്നത് പോലെ അതുപോലെയുള്ള ഒരു പാറയാണ്, ഒരു ഗുഹയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഗംഗയുടെ മുഖ്യധാരയായ ഭാഗീരഥിയുടെ ഉത്ഭവം. എന്നിട്ട് ഗംഗോത്തരി, ആ ഗംഗോത്തരിയിലാണ് ഭഗീരഥൻ തപസ്സനുഷ്ഠിച്ചത്. നമുക്ക് ഗംഗോത്തരിയിൽ പോയി കഴിഞ്ഞാൽ ആ ഭഗീരഥൻ തപസ് ചെയ്ത സ്ഥലമൊക്കെ, ഭഗീരഥ താൽ എന്നൊക്കെ പറഞ്ഞ് ഭഗീരഥൻ തപസ് ചെയ്ത പാറ പുറവും അതൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഭഗീരഥന്റെ ആശ്രമമൊക്കെ അവിടെയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ശ്രീരാമസ്വാമിയുടെ വളരെ പൂർവീകനായിരുന്ന ഒരു മഹാരാജർഷി ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ പിതൃക്കൾക്ക് ഗതി കിട്ടാൻ വേണ്ടി, സകരന്മാർക്ക് ഗതി കിട്ടാൻ വേണ്ടി ആ ഭഗീരഥന്റെ പ്രയത്നം കൊണ്ടാണ് ഭൂമിയിലേക്ക് ഗംഗാദേവി അവതരിച്ചത്. അപ്പോൾ ആ ഗംഗാ അവതരണം അത് ഗംഗോത്തരിയിൽ ആ ഗോമുഖ് എന്നുള്ള സ്ഥാനത്തിൽ നിന്ന് നമുക്ക് കാണാം. ഗംഗോത്തരിയിൽ നിന്നും ഒരു 14 കിലോമീറ്ററോളം ട്രക്കിംഗ് ചെയ്ത് മുകളിലോട്ട് പോകണം. അപ്പം അതാണ് ഭാഗീരഥി എന്ന് പറയുന്ന മുഖ്യ പ്രവാഹം, മുഖ്യ സ്രോതസ്. പിന്നെ മന്ദാകിനി, അളകനന്ദ മുതലായ പ്രവാഹങ്ങളുണ്ട്. അളകനന്ദ ബദരീനാഥിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ബദരീനാഥ് ധാമത്തിലാണ് ഒരു ഗുഹയിൽ നിന്ന് വരുന്നത് പോലെയാണ് അളകനന്ദയുടെ വരവ്. അതും ആ ഗുഹയിലേക്ക് എത്തുന്നത് മാനസ സരസിൽ നിന്നാണെന്നാണ് അവിടെയുള്ളവർ പറയുക. അങ്ങനെ ആ അളകനന്ദയിലേക്ക് സരസ്വതി നദിയും വന്ന് ലയിക്കും. അവിടെയുള്ള ബദരീനാഥിലുള്ള സരസ്വതിയുടെ പ്രഭവം രണ്ടും കൂടി ലയിച്ചിട്ട് ഒഴുകി വരുന്നതാണ് അളകനന്ദ. നല്ല തെളിഞ്ഞ ജലമാണ്. ഭാഗീരഥി ഇത്തിരി കലങ്ങി മറിഞ്ഞു വരും. അതും കഴിഞ്ഞ് കേദാർനാഥിൽ നിന്ന് ആരംഭിക്കുന്നതാണ് മന്ദാകിനി എന്ന് പറയുന്ന പ്രവാഹം. ഏറ്റവും അതും ഒരു കലങ്ങി മറിയുന്ന ഒരു പ്രവാഹമാണ് കേദാർനാഥിൽ നിന്നുള്ളതായിട്ടുള്ള മന്ദാകിനി. ഇതെല്ലാം ഓരോ ഗുഹയുടെ ഉള്ളിൽ നിന്ന് വരുന്ന പോലെയാണ്. എന്നിട്ട് താഴേക്ക് താഴേക്ക് വരുന്തോറും വലുതായി 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 വരും. അങ്ങനെ ഓരോ സ്രോതസ്സിൽ നിന്നും 300ഓളം കിലോമീറ്റർ ഓടിയിട്ടാണ് എല്ലാം ഹരിദ്വാരത്തിലേക്ക് എത്തുമ്പോഴേക്കും സംഗമിച്ചിട്ടുണ്ടാവും. അതിനു മുമ്പ് പല ഭാഗത്തായിട്ട് ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ് എന്നൊക്കെ പറഞ്ഞ പ്രയാഗങ്ങളുണ്ട്. പ്രയാഗങ്ങൾ എന്നാൽ ഗംഗയുടെ വിവിധ ശാഖകൾ സംഗമിക്കുന്നതായിട്ടുള്ള സ്ഥാനങ്ങളാണ്. അങ്ങനെ പല സ്ഥാനത്ത് സംഗമിച്ച്
ഗംഗയുടെ വിവിധ കൈവഴികളെല്ലാം കൂടി ഒന്നായി ഋഷികേശിലെത്തുമ്പോഴേക്കും എല്ലാം ഒന്നായിട്ടുണ്ടാവും. ഹരിദ്വാറിലേക്ക് എത്തുമ്പോഴേക്കും വളരെ വിശാലമായി ഒഴുകുണ്ടാവും. പിന്നീട് അവിടുന്ന് നെഹ്റുവിൻ്റെ കാലത്ത്, നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലത്താണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഒരു കെനാലായിട്ട് ഡൽഹിയിലേക്ക് അതിനെ ആനയിക്കേണ്ട വലിയൊരു ഇത്, നെഹ്റു കെനാൽ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഗംഗയുടെ ഏറ്റവും കൂടുതൽ വെള്ളം വരുന്ന വഴി ആ കെനാൽ വഴിക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. മറ്റ് പഴയ ഒറിജിനൽ അതിൻ്റെ വഴിയിലൂടെ അത് ഒഴുകിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അത് നമ്മുടെ അലഹബാദിലൂടെയും കാശിയിലൂടെയും ബീഹാറിലൂടെയൊക്കെ ഒഴുകി ഗംഗാസാഗരത്തിൽ, ബംഗാൾ ഉൾക്കടലിൽ ഗംഗാസാഗര ആ മുഖത്ത് ചെന്ന് സമുദ്രവുമായി സംഗമിക്കുന്നതായിട്ടുള്ള അതുവരേക്ക് എത്രയോ കിലോമീറ്ററുകളോ ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് ഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഗംഗാജലം കൊണ്ട് പവിത്രമാണ് വടക്കേ ഇന്ത്യ. ആ ഗംഗാജലത്തിൻ്റെ അനുഗ്രഹമാണ് അവിടുത്തെ ഫലഭൂയിഷ്ഠത. അവിടെയുള്ള കൃഷിക്കാർക്ക് മുഴുവൻ മാതാവാണ് ഗംഗ. അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ, ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഗംഗാ മയ്യാ കീ ജയ് എന്നാണ് അവർ ഗംഗയെ ദർശിക്കുമ്പോൾ തന്നെ പറയുക, ഗംഗയെ സ്മരിക്കുമ്പോൾ തന്നെ പറയുക, ഗംഗാ മയ്യാ കീ ജയ്. മയ്യ എന്നാൽ മാതാ എന്നർത്ഥം. അപ്പം ഗംഗാമാതാവിന് ജയം ആശംസിക്കുന്നവർ ജയ് വിളിക്കുന്നു. അങ്ങനെ ആ ഗംഗാ മയ്യാ കീ ജയ് എന്നുള്ളത് വടക്കേന്ത്യയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അപ്പം അങ്ങനെയുള്ള ആ ഗംഗയെ കാശിയിൽ വെച്ചിട്ടാണ് ആദിശങ്കര ഭഗവത്പാദർ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹം ആ കാശിയിൽ വെച്ച് ആദ്യമായിട്ട് സ്തുതിച്ച സ്തുതിയാണ് ഈ ഗംഗാഷ്ടകം. അന്ന് അദ്ദേഹത്തിന് ശിഷ്യഗണങ്ങളൊന്നും അധികമായിട്ടില്ല. അദ്ദേഹം ഗുരുവിൽ നിന്ന്, ഗോവിന്ദ ഭഗവത്പാദരിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കാശിയിൽ ചെന്നിരുന്ന് ഭാഷ്യങ്ങൾ രചിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോഴാണ് ദിവസവും ഗംഗാ സ്നാനം, ഗംഗാ ദർശനം, ഗംഗയിൽ സ്നാനം കഴിഞ്ഞ് ഗംഗാജലം എടുത്തുകൊണ്ട് വന്ന് കമണ്ഡലൂരിൽ ഗംഗാജലം കൊണ്ടുവന്ന് കാശി വിശ്വനാഥന് എന്നും അഭിഷേകം ചെയ്യും ആചാര്യ ഭഗവത്പാദരും. അങ്ങനെ കാശി വിശ്വനാഥ ദർശനവും അഭിഷേകവും ചെയ്ത് ഭിക്ഷാടനവും ചെയ്ത് തൻ്റെ ഭാഷ്യരചനയും ശിഷ്യന്മാരെ പഠിപ്പിക്കലുമൊക്കെ ആയിട്ട് കാശിയിൽ അദ്ദേഹം താമസിക്കുമ്പോഴാണ് ഈ ഗംഗാസ്തോത്രം രചിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഓരോ ശ്ലോകത്തിലൂടെ ഗംഗയുടെ മഹിമ കാണാം. ആ ഗംഗയുടെ അവതരണ കഥയും എല്ലാം അതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇനി ഈ മകരം സംക്രാന്തി കഴിഞ്ഞാൽ, മകരസംക്രാന്തി മുതൽ ഹരിദ്വാറിൽ ഗംഗയിൽ കുംഭമേള ആരംഭിക്കുകയാണ്. മകരം, കുംഭം, മീനം ഈ 3 മാസങ്ങൾ വിവിധങ്ങളായ വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും കൂടെ കോടിക്കണക്കിന് ആളുകൾ ഒന്നിച്ച് സ്നാനം ചെയ്യുന്ന സവിശേഷ ദിവസങ്ങളുണ്ട്. പൗർണമി, അമാവാസി, അതുപോലെ പഞ്ചമി, ചില പ്രത്യേക ദിവസങ്ങളൊക്കെ, ശിവരാത്രിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വരും. അങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങൾ അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ദിവസങ്ങളിലാണ് ഏറ്റവും വിശേഷമായിട്ടുള്ള സ്നാനം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ദിവസങ്ങൾ ആഗതമാവുകയാണ്. അപ്പോൾ ആരെങ്കിലും ഗംഗയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സ്മരണകളോടെ പോകാം, കുംഭമേളയിൽ പങ്കെടുക്കാം. കഴിഞ്ഞ കുംഭമേള ഹരിദ്വാറിൽ നടന്നപ്പോൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. 2009 ഓരോ 12 വർഷവും കൂടുമ്പോഴാണ് ഹരിദ്വാറിലെ കുംഭമേള നടക്കുക. അപ്പോൾ 2009 കഴിഞ്ഞു, 2021 ആവണു, 12 വർഷം. അന്ന് കുറേ ദിവസം അവിടെ താമസിച്ച് ഋഷികേശിലും ഹരിദ്വാറിലുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിച്ചുകൊണ്ട് പല പ്രാവശ്യം സ്നാനം ചെയ്യാൻ സാധിച്ചു കുംഭമേളയുടെ ഇടയിൽ ഹരിദ്വാറിൽ.
പിന്നെ 3 വർഷം കൂടുമ്പോൾ മറ്റു സ്ഥലങ്ങളിലാണ് കുംഭമേള. അത് ഇപ്പോൾ കഴിഞ്ഞ കുംഭമേള അലഹബാദിലായിരുന്നു 2019 ആരംഭത്തിൽ. 2019 അതെ, 2019 നമ്മുടെ യോഗിജിയുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് അലഹബാദിൽ കുംഭമേള നടത്തിയത്. അതുപോലെ പിന്നെ ഉള്ളത് നാസിക്കിലും ഉജ്ജയിനിയിലും 2 കുംഭമേളകളുണ്ട്. അത് 3 വർഷം കൂടുമ്പോൾ. അപ്പോൾ ഏറ്റവും പ്രധാനം അലഹബാദിലെയും ഹരിദ്വാറിലെയാണ്. ഭാരതത്തിലുള്ള സർവ്വ സന്യാസിമാരും അവിടെ എത്തിച്ചേരും. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വന്ന് സ്നാനം ചെയ്യും. അതോടൊപ്പം തന്നെ എന്താ പറയുക, നമ്മുടെ വിന്ധ്യപർവ്വതത്തിൻ്റെ മുകളിലുള്ള എല്ലാവരും അവിടെ എത്തും, കുടുംബസമേതം, ഘട്ടം ഘട്ടമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ കുംഭമേളകളിൽ പങ്കെടുക്കുക എന്നുള്ളതൊക്കെ വലിയ ഭാഗ്യമാണ്. അതിൻ്റെയൊക്കെ കഥയൊക്കെ നമ്മൾ പറയാം. എന്താണ് കുംഭമേളയുടെ ആ ഒരു ഐതിഹ്യം എന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് തുടങ്ങി വയ്ക്കാം. ഒന്നാമത്തെ ശ്ലോകം. ഭഗവതി ഭവലീലാ മൗലിമാലേ തവാംബക്കണമണു പരിമാണം പ്രാണിനോ യേ സ്പൃശന്തി അമരനഗര നാരീ ചാമരഗ്രാഹിണീനാം വിഗത കലികളങ്കാതംഗമംഗേ ലുഢന്തി. ഭഗവതി ഭവലീലാ മൗലിമാലേ തവാംബക്കണമണു പരിമാണം പ്രാണിനോ യേ സ്പൃശന്തി അമരനഗര നാരീ ചാമരഗ്രാഹിണീനാം വിഗത കലികളങ്കാതംഗമംഗേ ലുഢന്തി. സംബോധന ആദ്യം തന്നെ ഭഗവതി, ഭഗവതി എന്നാണ്. ഗംഗ ഭഗവതി തന്നെയാണ്. ഭഗങ്ങളെല്ലാം തികഞ്ഞവൾ തന്നെയാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നിങ്ങനെയുള്ള ആ ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരു ദേവി തന്നെയാണ് ഗംഗ. മഹാദേവന്റെ പത്നി സങ്കല്പവും ഉണ്ട് ഗംഗയ്ക്ക്. ദേവി തന്നെയാണ് ഗംഗാദേവി. ആ ഗംഗാദേവിയെ ഭഗവതി ഭഗവതി എന്ന് തന്നെയാണ് സ്തോത്രങ്ങളിലൊക്കെ അഭിസംബോധന ചെയ്യുന്നത്. എല്ലാ ഐശ്വര്യങ്ങളുടെയും സ്രോതസ്സാണ് ദേവി. അങ്ങനെയുള്ള ഭഗവതി. ഭവലീല മൗലിമാലേ, ഭവന്റെ ലീലാമൗലിയിലെ മാലയായിട്ടുള്ളവളെ എന്നാണ്. ഭവൻ എന്നാൽ മഹാദേവൻ. അപ്പൊ മഹാദേവന്റെ ശിരസിലെ അതുള്ള മൗലി, അതിലുള്ള മാലയായിട്ട്. അപ്പോൾ മഹാദേവൻ ലീലയായി തൻ്റെ മൗലിയിൽ മാലയായി ധരിച്ചിരിക്കുന്നു. ആരെ? ഗംഗാദേവിയെ. അല്ലേ? സാധാരണ അമ്മമാരൊക്കെ തലമുടി കെട്ടിക്കഴിഞ്ഞാൽ അതിൽ പൂ ചൂടും, മൗലിയിൽ മാല ചൂടും. അപ്പോൾ അതുപോലെ ഇവിടെ എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണന് മയിൽപീലി മൗലിക്ക് അലങ്കാരമായിരിക്കുന്നത്, അതുപോലെ ഇവിടെ ഭഗവാൻ മഹാദേവൻ തൻ്റെ മൗലിക്ക് അലങ്കാരമാക്കിയിരിക്കുന്നത്, മാല ചൂടും പോലെ ചാർത്തിയിരിക്കുന്നത് സാക്ഷാൽ ഗംഗാ ഭഗവതിയെ തന്നെയാണ്. അപ്പോൾ ഭവന്റെ ലീലയായ മൗലിയിലെ മാലയായിരിക്കുന്നവളെ, ഭവൻ ലീലയായി മൗലിയിൽ മാലയായി ധരിച്ചിരിക്കുന്നവളെ എന്നാണ് സംബോധനയാണ് ഇവിടെ. ഭഗവതി ഭവലീലാ മൗലിമാലേ തവാംബക്കണമണുപരിമാണം പ്രാണിനോ യേ സ്പൃശന്തി. തവ അമ്പക്കണം അണുപരിമാണം. തവ അമ്മയുടെ അമ്പക്കണം, അമ്പക്കണം എന്ന് പറഞ്ഞാൽ ജലകണം, അമ്പസിന്റെ ഒരു കണം. അണുപരിമാണം, അണുപരിമാണം ഒരു അണുവിന്റെ അളവിൽ, ഒരു തുള്ളി. അണുപരിമാണം ഏ പ്രാണിനഃ സ്പൃശന്തി,
ഏത് പ്രാണികളാണോ സ്പർശിക്കുന്നത്, സ്പർശിച്ചാൽ മതി, ദർശിച്ചാൽ മതി, സേവിച്ചാൽ അതിലും പുണ്യം, അതിൽ സ്നാനം ചെയ്താൽ അതിലും പുണ്യം. അപ്പോൾ ഇവിടെ സ്പൃശന്തി എന്ന് പറഞ്ഞു, ഇവിടെ സ്പർശിക്കുക എന്നതുകൊണ്ട് എല്ലാം ഉദ്ദേശിച്ചു. അപ്പൊ തവ അമ്പക്കണം അണുപരിമാണം ഏ പ്രാണിന സ്പൃശന്തി, അവർക്ക് എന്താണ് കിട്ടുന്നതായിട്ടുള്ള ഫലം? ആ ഗംഗാ ദർശനത്തിന്റെ, ഗംഗാ സ്പർശനത്തിന്റെ, ഗംഗാ പാനത്തിന്റെ, ഗംഗാ സ്നാനത്തിന്റെ ഒക്കെ ഫലം പറയുകയാണ്. അമരനഗര നാരീ ചാമരഗ്രാഹിണീനാം വിഗത കലി കളങ്കാതംഗം അങ്കേ ലുടന്തി എന്ന് പറഞ്ഞാല്, അമരനഗരം എന്ന് പറഞ്ഞാൽ സ്വർഗം, അമരന്മാരുടെ നഗരം സ്വർഗഭൂമി. അവിടെയുള്ള നാരികൾ, അവിടെയുള്ള അപ്സര സ്ത്രീകൾ, ദേവസ്ത്രീകൾ, അവര് ചാമരങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട് കയ്യില്. എന്തിനാ? ഈ ജലപാനം, ഗംഗാജലപാനം ചെയ്തവരെ സേവിക്കാൻ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഗംഗാജലപാനവും ചെയ്ത് സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ സ്വീകരിക്കാനും ശുശ്രൂഷിക്കാനും സേവിക്കാനുമായിട്ട് അവിടെ അമര നാരികൾ മത്സരിച്ച് നിൽക്കുന്നുണ്ടാവും നമ്മളെ സ്വീകരിക്കാൻ, അവരുടെ കയ്യിൽ ചാമരം ഗ്രഹിച്ചുകൊണ്ട്. അങ്ങനെ വെഞ്ചാമരം പിടിച്ചുകൊണ്ട് ചാമരഗ്രാഹികളായിക്കൊണ്ട് വിഗത കലി കളങ്കാതംഗം, എല്ലാ കലികളങ്ക ആതങ്കങ്ങളും വിഗതമായിട്ട്, കലികാലത്തുള്ളതായിട്ടുള്ള സർവദോഷങ്ങളും പാപങ്ങളും ഭയവും എല്ലാം വിഗതമായിട്ട്, എല്ലാ അശുഭങ്ങളും നീങ്ങിയവരായിട്ട് എന്നർത്ഥം. കലികളങ്കം എന്ന് പറഞ്ഞാൽ പാപങ്ങളാണ്, എല്ലാം നമ്മൾക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന, ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ആ അശുഭങ്ങളാണ്. എല്ലാ കളങ്കങ്ങളും ആതങ്കങ്ങളും അല്ലെങ്കിൽ ഭയവും ആങ്സൈറ്റിയും എല്ലാ ദുഃഖങ്ങളും നീങ്ങി വിഗതന്മാരായി ആ ഗ്രാഹിണീനാം എന്ന് പറഞ്ഞാൽ ആ വെഞ്ചാമരം പിടിച്ചിരിക്കുന്ന ദേവസ്ത്രീകളുടെ അങ്കേ ലുടന്തി, അംഗം എന്നാൽ മടിത്തട്ട്, ലുടന്തി എന്ന് പറഞ്ഞാൽ ശയിക്കുന്നു, വിശ്രമിക്കുന്നു എന്നൊക്കെ അർത്ഥം. അപ്പൊ ഗംഗാ സ്നാനമോ ഗംഗാ പാനമോ ഗംഗാ ദർശനമോ ഗംഗാ സ്പർശനമോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ ദേവസ്ത്രീകൾ അവരുടെ മടിയിൽ കിടത്തി ചാമരം കൊണ്ട് വീശി ശുശ്രൂഷ ചെയ്യാനുള്ളതായിട്ടുള്ള അത്രയും മഹത്വം അവർക്കുണ്ടാകുന്നു എന്നർത്ഥം. അപ്പൊ ആ ഗംഗാ സ്പർശനത്തിന് നമ്മളെ മഹത്വവൽക്കരിക്കാനുള്ള, നമുക്ക് മഹിമ തരാനുള്ള, നമ്മുടെ എല്ലാ കളങ്കങ്ങളും പോയി പവിത്രീകരിക്കാനുള്ള ശക്തി, എല്ലാവരാലും ബഹുമാനിക്കാനുള്ളതായിട്ടുള്ള ആ ഒരു അർഹത നമുക്ക് ഉണ്ടായിത്തീരുന്നു എന്ന് പറയാം. അപ്പൊ അതൊരു മഹാഭാഗ്യമാണ് ഗംഗാ ദർശനം, ഗംഗാ സ്നാനം, ഗംഗാ സ്പർശനം എല്ലാം തന്നെ ആ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതണം. അതിന് കാരണങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഗംഗയ്ക്ക് ഇത്രയും മഹത്വം എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഭവലീല മൗലിമാലേ, മഹാദേവന്റെ ശിരസിൽ ലീലയായി മാലയായി ധരിച്ചിരിക്കുന്ന അലയോ ഭഗവതി, ദേവിയുടെ ജലത്തിന്റെ ഒരു കണമെങ്കിലും ഏതെങ്കിലും പ്രാണികൾ സ്പർശിച്ചാൽ അവര് ദേവസ്ത്രീകളാൽ സേവിതരായിത്തീരുന്നു സ്വർഗലോകത്ത്. ആ ദേവസ്ത്രീകൾ അവരെ മടിയിൽ കിടത്തി ശുശ്രൂഷിക്കുന്നു, ചമരം വീശി അവരെ സേവിക്കുന്നു. അത്രയ്ക്കുള്ള പുണ്യാത്മാക്കളായിത്തീരുന്നു എന്ന് അർത്ഥം. ഭഗവതി ഭവലീലാ മൗലിമാലേ തവാം ഭക്കണമണുപരിമാണം പ്രാണിനോ യേ സ്പൃശന്തി അമരനഗര നാരീ ചാമരഗ്രാഹിണീനാം വിഗത കലികളങ്കാതംഗമങ്കേലുടന്തി. അങ്കേലുടന്തി, ആ നാരിമാരുടെ മടിയിൽ കിടന്ന് അവരുടെ ശുശ്രൂഷയ്ക്ക് പാത്രമായിത്തീരുന്നു. അവർ നമ്മളെ വീശി നമ്മളെ സേവിക്കുന്നു എന്നർത്ഥം. നമുക്ക് കാല് തിരുമ്പിത്തരാനും വീശിത്തരാനും മറ്റ് പല സേവകളെല്ലാം ചെയ്തു തരാനും ദേവസ്ത്രീകൾ മത്സരിക്കും എന്ന് താല്പര്യം. അടുത്ത രണ്ടാമത്തെ ശ്ലോകം. ബ്രഹ്മാണ്ഡം ഖണ്ഡയന്തി ഹരശിരസി ജടാവല്ലി മുല്ലാസയന്തി സ്വർലോകാദാപദന്തി കനകഗിരി ഗുഹാഗണ്ഡശൈലാസ്കലന്തി ക്ഷോണീപൃഷ്ടേ ലുടന്തി
ദുരിതചയചമോ നിർഭരം ബത്സയന്തി പാദോദിം പൂരയന്തി സുരനഗര സരിൽ പാവനി നഃ പുനാദു. ബ്രഹ്മാണ്ഡം ഖണ്ഡയന്തി ഹരശിരസി ജടാവല്ലിമുല്ലാസയന്തി സുർലോകാദാപതന്തി കനകഗിരിഗുഹാഖണ്ഡശൈലാസ്കലന്തി ക്ഷോണീപൃഷ്ടേ ലുടന്തി ദുരിതചയചമോ നിർഭരം ഭത്സയന്തി പാദോദിം പൂരയന്തി സുരനഗര സരിൽ പാവനി നഃ പുനാദു. അപ്പോ ആ ഗംഗാദേവി നമ്മളെ ശുദ്ധീകരിക്കട്ടെ, പാവനമാക്കട്ടെ. പുനാദു എന്നാണ്. സുരനഗര സരിത് പാവനി നഃ പുനാദു. സുരനഗരം എന്നാൽ ദേവനഗരം, ദേവലോകം, സ്വർഗം. അവിടെ നിന്ന് ഒഴുകുന്ന സരിത് പാവനി. സരിത് പാവനി എന്ന് പറഞ്ഞാൽ, സരിത്ത് എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. ഇവിടെ ആ സമുദ്രത്തെ അല്ലെങ്കിൽ ഏത് ജലപ്രവാഹവും സരിത്ത് തന്നെയാണ്. സരിത് പാവനി എന്ന് പറയുമ്പോൾ ഇവിടെ തീർത്ത നദി എന്ന അർത്ഥത്തിലെടുക്കാം. നമ്മളെ ശുദ്ധീകരിക്കുന്ന പാവനിയായ സരിത്ത്, പവിത്രമായ ഈ നദി, ഗംഗാ നദി നഃ പുനാദു, നമ്മെ പവിത്രീകരിക്കട്ടെ. നഹ എന്ന് പറഞ്ഞാൽ അസ്മാകം, അസ്മാൻ എന്നൊക്കെ അർത്ഥത്തില് നമ്മളെ പുനാദു പവിത്രീകരിക്കട്ടെ, ശുദ്ധമാക്കട്ടെ, പാവനമാക്കട്ടെ എന്ന് പ്രാർത്ഥന. അപ്പോൾ ആ നദി എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടാണ് സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്നത്, ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ആരെയൊക്കെ അനുഗ്രഹിക്കുന്നു എന്ന് എടുത്തു പറയുകയാണ്. ബ്രഹ്മാണ്ഡം ഖണ്ഡയന്തി ഹരശിരസി ജടാവല്ലിമുല്ലാസയന്തി സ്വർലോകാദാപതന്തി കനകഗിരിഗുഹാഖണ്ഡശൈലാസ്കലന്തി ക്ഷോണീപൃഷ്ടേ ലുടന്തി ദുരിതചയചമോ നിർഭരം ഭത്സയന്തി പാദോദിം പൂരയന്തി. ആ പാവനി, സുരനഗര സരിൽ പാവനി, അതിനെ വിശേഷിപ്പിച്ചതാണ് ഇത്രയും വിശേഷണങ്ങൾ. ഇതൊക്കെ വിശേഷണങ്ങളാണ്. ആരുടെ? ഗംഗയുടെ. ബ്രഹ്മാണ്ഡം ഖണ്ഡയന്തി, ഈകാരാന്ത ശബ്ദങ്ങളായിട്ടാണ്, നാമമായിട്ടാണ് ദേവിയെ വിശേഷിപ്പിക്കുകയാണ്. ബ്രഹ്മാണ്ഡം ഖണ്ഡയന്തി സുരനഗര സരിൽ പാവനി, അപ്പൊ ഒരു വിശേഷണം. ഹരശിരസി ജടാവല്യം ഉല്ലാസയന്തി, അതും രണ്ടാമത്തെ വിശേഷണം. സ്വർലോകാദാപതന്തി, മൂന്നാമത്തെ വിശേഷണം. കനകഗിരിഗുഹാഖണ്ഡ ശൈലാസ്കലന്തി, നാലാമത്തെ വിശേഷണം. ക്ഷോണീപൃഷ്ടേലുടന്തി, 5. ദുരിതചയചമോ നിർഭരം ബത്സയന്തി, ആറാമത്തെ വിശേഷണം. പാദോദിം പൂരയന്തി, 7 വിശേഷണം. ആർക്ക്? സുരനഗര സരിത് പാവനി എന്ന് പറഞ്ഞ ആ ഗംഗയ്ക്ക്. സുരനഗരത്തിലെ പാവനയായ സരിത്ത്, സ്വർഗലോകത്തെ തന്നെ പവിത്രീകരിക്കുന്ന ആ ഗംഗാ പ്രവാഹം, അത് ഇന്ന വിശേഷണങ്ങളെ കൊണ്ട് പറഞ്ഞിട്ട് നഃ പുനാദു, നമ്മളെ ശുദ്ധീകരിക്കട്ടെ, നമ്മളെ പാവനന്മാരാക്കട്ടെ, പവിത്രീകരിക്കട്ടെ. അപ്പൊ ആദ്യത്തെ വിശേഷണം ബ്രഹ്മാണ്ഡം ഖണ്ഡയന്തി, ബ്രഹ്മാണ്ഡത്തെ ഖണ്ഡിക്കുന്നവളാണവൾ, ബ്രഹ്മാണ്ഡത്തെ ഭേദിക്കുന്നവളാണ് എന്ന് പറയാം. ബ്രഹ്മാണ്ഡത്തിന്റെ നടുവിലൂടെ ഒഴുകുകയാണ് അവള്. അപ്പോ ഈ ഗംഗയുടെ ഉൽപ്പത്തി ഇനി 4ാമത്തെ ശ്ലോകത്തിലും സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ തന്നെ പറഞ്ഞളയാം. നമ്മൾ വാമനാവതാരം കാണുന്നുണ്ട് നാരായണീയത്തിൽ, അല്ലേ? ആ വാമന ഭഗവാൻ മഹാബലിയുടെ നിന്ന് 3 അടി മണ്ണ് ദാനം സ്വീകരിച്ച ശേഷം ആ 3 അടികളെ എൻ്റെ കാലുകൊണ്ട് തന്നെ ഞാൻ അളക്കും എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിരുന്നു. അത് പ്രകാരം തൻ്റെ കാലുകളെ കൊണ്ട് 3 അടി അളക്കാനായിക്കൊണ്ട് അദ്ദേഹം ആരംഭിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ശരിയായ ശരീരത്തെ സ്വീകരിച്ചു.
ഞാൻ എൻ്റെ കാലുകൊണ്ട് അളക്കുമെന്ന് പറഞ്ഞത് ഭഗവാൻ പറഞ്ഞതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഭഗവാന്റെ യഥാർത്ഥ ശരീരം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. വിശ്വരൂപനാണ് ഭഗവാൻ. അപ്പൊ ആ വിശ്വരൂപനായി എല്ലാ ലോകങ്ങളും തൻ്റെ ശരീരത്തിലാക്കിക്കൊണ്ട് 14 ലോകങ്ങളെയും തൻ്റെ ശരീരത്തിലാണെന്ന്, എൻ്റെ ശരീര അവയവങ്ങളാണ്, എൻ്റെ ശരീരത്തിലെ ഭാഗങ്ങളാണ് ഈ 14 ലോകങ്ങളും, ഞാൻ വിരാട് പുരുഷനാണ്, വിശ്വരൂപനാണ് എന്ന് മഹാബലിക്ക് ഭഗവാന്റെ ആ വലിപ്പം കാണിച്ചു കൊടുക്കുന്ന രംഗം. അപ്പോൾ ഭഗവാൻ 2 കാലും 2 ദിശയിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാല് മുകളിലേക്ക് ഉയർത്തിയ കാല് മുകളിലുള്ള ലോകങ്ങളെ മുഴുവൻ അളന്ന് ഊർധ്വലോകങ്ങളായിട്ടുള്ള സ്വർഗലോകം, ജനലോകം, മഹർലോകം, തപോലോകം, അതിനും മുകളിലുള്ളതായിട്ടുള്ള സത്യലോകം വരെ എത്തി. സത്യലോകമാണ് ബ്രഹ്മദേവന്റെ വാസസ്ഥാനം. അപ്പോൾ ബ്രഹ്മദേവൻ ഇരിക്കുന്ന ആ വാസസ്ഥാനവും കടന്ന് ഭഗവാന്റെ കാലിൻ്റെ പെരുവിരൽ ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന ബ്രഹ്മാവും അടക്കം പെടുന്നതായിട്ടുള്ള ഈ 14 ലോകങ്ങളെയും ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് തള്ളി നിന്നു എന്നാ. ഭഗവാന്റെ പെരുവിരല് ഈ ബ്രഹ്മാണ്ടത്തിനും പുറത്തേക്ക് തള്ളി നിന്നു. അത് പുരുഷസൂക്തത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയമാണ്. അത്യതിഷ്ഠദശാങ്കുലം എന്നൊരു പ്രയോഗമുണ്ട്. സഹസ്രശീർഷാ പുരുഷഃ സഹസ്രാക്ഷഃ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം. സഭൂമിം വിശ്വതോ വൃത്വാ, ആ വിരാട് പുരുഷൻ എല്ലാ ഭാഗത്തും ആവരണം ചെയ്ത് വിശ്വത്തിൽ മുഴുവൻ വ്യാപിച്ച് ആ വിശ്വത്തെയും കടന്നു നിന്നു എന്ന് പറയും. അത്യതിഷ്ഠദശാങ്കുലം, 10 അങ്കുലം പുറത്തേക്ക് തള്ളി നിന്നു പുരുഷസൂക്തം പറയുന്നതാണ്. അപ്പൊ ആ ആശയം സൂചിപ്പിക്കാനെന്ന വണ്ണം ഭഗവാൻ 2 കാലും എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ, അദ്ദേഹത്തിന്റെ ആ ശരിയായ രൂപം കാണിച്ചപ്പോൾ ബ്രഹ്മാണ്ടത്തെ പിളർന്നുകൊണ്ട് ഭഗവാന്റെ പെരുവിരൽ പുറത്തേക്ക് കടന്നു നിന്നു. അപ്പൊ ബ്രഹ്മലോകത്താണ് ഭഗവാന്റെ പാദം, സത്യലോകത്താണ് ഭഗവാന്റെ പാദം കാണപ്പെട്ടത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ബ്രഹ്മദേവൻ ഇത് തൻ്റെ സ്വാമിയായ ഭഗവാന്റെ പാദമാണെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ കമണ്ഡലുവിലെ ജലം കൊണ്ട് ആ ഭഗവാന്റെ പാദത്തെ കഴുകുകയാണ്. അപ്പൊ ഭഗവാന്റെ പാദം ബ്രഹ്മാണ്ടത്തിനും പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ട്. ആ പെരുവിരല് അതിലേക്ക് എങ്ങനെയൊക്കെയോ കമണ്ഡലു കൊണ്ട് എത്തിച്ചിട്ടുണ്ടാവും വെള്ളം. അതുകൊണ്ട് ആ ബ്രഹ്മാണ്ടം ഖണ്ഡയന്തി എന്നിവിടെ പറഞ്ഞത്. ബ്രഹ്മാണ്ടത്തെ പിളർന്നൊഴുകുന്നവളാണ് ഈ ഗംഗാനദി. ബ്രഹ്മാണ്ടത്തിന്റെ പുറത്തു നിന്ന് ആരംഭിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ബ്രഹ്മാണ്ടത്തിന്റെ അകത്തുകൂടെ എല്ലാ ലോകങ്ങളിലൂടെയും ഒഴുകുന്നു. മുകളിലുള്ള സത്യലോകത്തുനിന്ന് ആരംഭിച്ച് ജനലോകം, മഹർലോകം, തപോലോകം എല്ലാം കഴിഞ്ഞ് സ്വർലോകത്തിൽ വന്ന് സ്വർഗത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നു സ്വർഗഗംഗയായിട്ട്. പിന്നീടാണ് ഭഗീരഥന്റെ പ്രയത്നം കൊണ്ടത് ഭൂമിയിലേക്കും പിന്നീട് പാതാളത്തിലേക്കുമൊക്കെ ചെല്ലുന്നത്. അപ്പോൾ പാതാളത്തിലായിരുന്നു നമ്മുടെ സകരന്മാരുടെ മരണം സംഭവിച്ചത്. അപ്പോൾ അവിടേക്കാണ് ഗംഗയെ കൊണ്ടുപോകാൻ ഭഗീരഥൻ പ്രയത്നം ചെയ്യുന്നത്. ആ ഭഗീരഥന്റെ പ്രയത്നം പാതാളത്തിലേക്ക് കൊണ്ടുപോകാനാണ്. പാതാളത്തിലാണ് സകരന്മാർ ഭസ്മമായി കിടക്കുന്നത്. അവർക്ക് ഗതി കൊടുക്കണം. അപ്പൊ പാതാളം എന്ന് പറയുമ്പോൾ താഴെയുള്ള ഏറ്റവും താഴെയുള്ള ലോകമാണ്. 14 ലോകങ്ങളിൽ അതലം, വിതലം, സുതലം, രസാതലം, മഹാതലം, തലാതലം, പാതാളം. ഏറ്റവും താഴെയാണ് പാതാളം. അപ്പൊ സത്യലോകം മുതൽ പാതാളം വരെ ഒരു നൂലുപോലെ, ഒരു മണിയിൽ കോർത്ത നൂലുപോലെ ഗംഗ അവിടുന്ന് തുടങ്ങി, മുകളിൽ നിന്ന് തുടങ്ങി താഴെ പാതാളം വരെ ഒഴുകുന്നുണ്ട്. അപ്പൊ ബ്രഹ്മാണ്ടത്തെ പിളർന്നുകൊണ്ട് ഒഴുകുകയല്ലേ, ബ്രഹ്മാണ്ടത്തെ ഖണ്ഡിക്കുകയല്ലേ. ബ്രഹ്മാണ്ടത്തിൽ ഗംഗയുടെ സാന്നിധ്യം ഇല്ലാത്തത് എവിടെയാ?
ബ്രഹ്മലോകത്തുനിന്ന് പുറപ്പെട്ട് പാതാളം വരെ എത്തണമെങ്കിൽ ബാക്കി ഇടയിലുള്ള 12 ലോകങ്ങളിൽ സ്പർശിക്കണം. അപ്പൊ അങ്ങനെ 14 ലോകങ്ങളെയും ഭേദിച്ചുകൊണ്ട് 14 ലോകങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ട് ഒഴുകുന്നവളാണ് ബ്രഹ്മാണ്ടം ഖണ്ഡയന്തി. ബ്രഹ്മാണ്ടത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഒഴുകുന്നവൾ എന്നർത്ഥം. അത് കഴിഞ്ഞ് അടുത്ത നാമം പറഞ്ഞു, ഹരശിരസി ജഡാവല്യം ഉല്ലാസയന്തി. ഹരശിരസി, ആ മഹാദേവന്റെ ശിരസിലെ ജഡാവല്യം, ജഡയാകുന്ന ആ വള്ളിയെ. അപ്പൊ ഹരന്റെ ശിരസിലെ ജടകളൊക്കെ വള്ളികൾ പോലെ, കാട്ടുവള്ളികൾ പോലെ. അതിനെ ഉല്ലാസയന്തി എന്ന് പറഞ്ഞാൽ ആ വള്ളികൾക്ക് നനച്ച് വള്ളികളെ വളർത്തുന്ന ജലപ്രവാഹമായി. അപ്പൊ ഭഗവാന്റെ മഹാദേവന്റെ ശിരസിലെ ഈ ജടകളാകുന്ന വള്ളികൾക്ക് നനയ്ക്കുകയാണ് ഗംഗ. ആ വള്ളികൾ വളർന്നു വരാൻ, വള്ളികളെ പോഷിപ്പിക്കാനായി കൊണ്ടുള്ള ഒരു ജലസേചനമാണ് ഗംഗ ചെയ്യുന്നത് ഭഗവാന്റെ മഹാദേവന്റെ ശിരസിൽ. അതാണ് ഹരശിരസി ജഡാവല്യം ഉല്ലാസയന്തി. സ്വർലോകാദാപതന്തി, സ്വർഗലോകത്തിൽ നിന്ന് ആപതിക്കുന്നു. സ്വർഗഗംഗയായി സ്വർഗത്തിൽ വിശ്രമിക്കുകയായിരുന്നു ഗംഗ. ആ സ്വർഗഗംഗയെ ഭഗീരഥന്റെ പ്രാർത്ഥന കൊണ്ട്, തപസ്സുകൊണ്ട് ഗംഗ പ്രസാദിച്ച് ഭൂമിയിലേക്ക് ആപതിക്കുന്നു. സ്വർലോകാദാപതന്തി. ഇതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ നാളെ പറയാൻ അധികം സമയമില്ല. ഈ ശ്ലോകത്തിന്റെ അക്ഷരാർത്ഥം ആദ്യം പറയാം. അപ്പൊ സ്വർലോകാത് ആപതന്തി, സ്വർഗലോകത്തിൽ നിന്ന് താഴേക്ക് ആഞ്ഞു പതിക്കുന്നവളും കുതിച്ചു പായുന്നവളും. കനകഗിരി ഗുഹാഗണ്ഡ ശൈലാസ്ഖലന്തി. കനകഗിരി എന്ന് പറഞ്ഞാൽ മേരുപർവ്വതം, കൈലാസം തന്നെയാണ്. ആ മേരുപർവ്വതം എന്ന ആ കൈലാസപർവ്വതം സ്വർണപർവ്വതമാണ്. ആ സ്വർണം പോലെ തന്നെയാണ് അത് പ്രകാശിക്കുക. സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോൾ സ്വർണ്ണ സമാനമായി പ്രകാശിക്കുന്നു. അങ്ങനെയുള്ള കനകഗിരിയുടെ ഗുഹാഗണ്ഡ ശൈലാത് സ്ഖലന്തി, ഗുഹകളുടെ ഗണ്ഡങ്ങളാകുന്ന പർവ്വതങ്ങളിൽ നിന്ന്. അപ്പൊ അവിടെയൊക്കെ പർവ്വതങ്ങളുടെ ഗുഹകളിലൊക്കെ ഗംഗ ഉത്ഭവിക്കുന്ന സ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ ഹിമാലയ പർവ്വതത്തിന്റെ വിവിധ ശിഖരങ്ങളിൽ നിന്നൊക്കെ, ഗുഹകളിൽ നിന്നാണ് കനകഗിരി ഗുഹാ ഗണ്ഡശൈലാത്, ആ ഗണ്ഡശൈലങ്ങളിൽ നിന്ന്, മുറിഞ്ഞ ശൈലങ്ങളിൽ നിന്ന് സ്ഖലന്തി ഒഴുകി വരുന്നവളും, താഴേക്ക് ഒഴുകുകയാണ് എന്നർത്ഥം. കനകഗിരി ഗുഹാ ഗണ്ഡശൈലാത് സ്ഖലന്തി ക്ഷോണീ പൃഷ്ഠേ ലുടന്തി. ക്ഷോണീ പൃഷ്ഠം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പൃഷ്ഠമായിട്ടാണ് പർവ്വതങ്ങളെ സങ്കല്പിക്കുക. അപ്പൊ പർവ്വതങ്ങളിലൂടെ ഒഴുകി, പിന്നെ പൃഷ്ഠം വന്നാൽ താഴ്വാരങ്ങളെയും പൃഷ്ഠം എന്ന് പറയും. പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളാകുന്ന പൃഷ്ഠങ്ങളിലൂടെയും ലുടന്തി, അവിടെയും ശയിച്ചുകൊണ്ട് ഭൂമിയുടെ പൃഷ്ഠത്തിലൂടെ ഒഴുകുന്നവളായിക്കൊണ്ട്. ദുരിത ചയ ചമൂ നിർഭരം ബത്സയന്തി. ദുരിത ചയം എന്ന് പറഞ്ഞാൽ പാപങ്ങളുടെ ചയം എന്നാൽ സമൂഹം, അതിന്റെ ചമൂ എന്ന് പറഞ്ഞാൽ സൈന്യങ്ങൾ, കൂട്ടങ്ങൾ. അപ്പൊ ദുരിത സമൂഹങ്ങളാകുന്ന സൈന്യങ്ങളെ ചമു നിർഭരം ബത്സയന്തി. നിർഭരം എന്ന് പറഞ്ഞാൽ നന്നായി ബത്സയന്തി, നശിപ്പിച്ചുകൊണ്ട്, ബത്സിച്ചുകൊണ്ട്, കീഴ്പ്പെടുത്തിക്കൊണ്ട് എന്നൊക്കെ അർത്ഥം. അപ്പൊ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട്, ബത്സിച്ചുകൊണ്ട് പാദോദിം പൂരയന്തി. പാദോനിധി എന്നൊക്കെ പറഞ്ഞാൽ ജലനിധി, സമുദ്രം. ആ സമുദ്രത്തെ പൂരയന്തി, സമുദ്രത്തെ നിറയ്ക്കുന്നവളും സമുദ്രത്തെ പൂരിപ്പിക്കുന്നവളുമായിട്ടുള്ള ഈ സാഗരമുണ്ടാകുന്നത് തന്നെ ഗംഗ വന്നതിന് ശേഷമാണ്. ആ ഗംഗയാണ് സാഗരത്തെ ഉണ്ടാക്കുന്നത്, സാഗര നിർമ്മിതി. അപ്പൊ അങ്ങനെ ഗംഗയിൽ നിന്നാണ് സാഗരത്തിന്റെ ഉൽപ്പത്തി. അങ്ങനെ പാദോധിം പൂരയന്തി, സമുദ്രത്തെ നിറയ്ക്കുന്നവളുമായിരിക്കുന്ന സുരനഗര സരിൽ പാവനി, ആ സ്വർഗലോകത്തിലെ പവിത്രയായ ആ സരിത്ത്, ആ നദി ഗംഗ, നഹ പുനാതു, നമ്മളെ രക്ഷിക്കട്ടെ, നമ്മളെ പവിത്രീകരിക്കട്ടെ, നമ്മളെ ശുദ്ധീകരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിൻ്റെ ആ കഥകള്, മഹാദേവൻ
തൻ്റെ ജടയിലേക്ക് ധരിക്കുന്നതും സ്വർഗലോകത്തുനിന്ന് ഭൂമിയിലേക്ക് ഭഗീരഥൻ തപസ്സുകൊണ്ട് കൊണ്ടുവരുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം. ഇന്ന് ഈ ശ്ലോകത്തോടുകൂടെ നിർത്താം. ബ്രഹ്മാണ്ഡം ഗണ്ഡയന്തി ഹരശിരസി ജടാവല്യമുല്ലാസയന്തി സ്വർലോകാദാപതന്തി കനകഗിരിഗുഹാഗണ്ഡശൈലാസ്കലന്തി ക്ഷോണി പൃഷ്ഠേ ലുടന്തി ദുരിതചയമോ നിർഭരം വത്സയന്തി പാദോദിം പൗരയന്തി സുരനഗര സരിൽ പാവനീനഃ പുനാദോ സുരനഗര സരിൽ പാവനീനഃ പുനാദോ. ഗംഗാ മയ്യാ കീ ജയ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇന്നൊക്കെ മതി, ബാക്കി നാളെ തുടരാം. ഇന്ന് വേറെ ക്ലാസ്സുകളില്ല, എനിക്ക് വേറെ കുറച്ച് തിരക്കുകളുണ്ട്. നമ്മളിവിടെ ഒരാഴ്ച ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ആ പണികളൊക്കെ തീർക്കാനുണ്ട്. വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് പേഴ്സണൽ. നാളെ രാവിലെ കാണാം. ഹരി ഓം നാരായണ. എല്ലാവർക്കും ശുഭദിനാശംസകൾ. ഹരി ഓം ഹരി ഓം.